അപ്പം നമ്മൾ ഇച്ചിരി ഹെയർ അടിച്ചു. നമ്മൾ ഇച്ചിരി ഹെയർ കട്ട് ചെയ്യാൻ പോവാണ്. ഹലോ അമ്മ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് വ്ളോഗ് എടുക്കുന്നത്. കാറിലേക്ക് കയറിയിട്ടാണ് അല്ലെങ്കിൽ എടുക്കൽ. അപ്പം നമ്മളിന്ന് അങ്ങോട്ട് ഇച്ചുവിൻ്റെ ഒരു നേർച്ച ഉണ്ട്. അപ്പം നമ്മളതിന് പോവാണ്. അപ്പോൾ കുറച്ച് നേരം നമുക്ക് നോക്കാം. അപ്പം എന്തായാലും നമ്മൾക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം. ടൈം ഇപ്പം തന്നെ 10 മണി കഴിഞ്ഞു. അപ്പം അമ്മ റെഡിയായി. അപ്പം നമ്മളെല്ലാവരും പോകാൻ പോവാണ്. ഞങ്ങൾ കാറായിട്ട് എടുക്കുന്നുണ്ട് ബാക്കി. അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് നടക്കുകയാണ്. ഇറങ്ങി അവിടെ അമ്മമ്മയും കുട്ടിയും അടി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പോയി വരാം. അമ്പലത്തിലേക്ക് 2 എൻട്രൻസ് ഉണ്ട്. ഫസ്റ്റത്തെ എൻട്രൻസിലേക്ക് വണ്ടി കയറില്ല, അവിടെ റോഡ് പണി ആയതുകൊണ്ട് സെക്കൻഡിൽ കൂടിയാണ് പിന്നെ ഞങ്ങൾ പോയത്. നല്ല വ്യൂ ആട്ടോ, അവിടെ കയറുന്ന വഴി നല്ല രസമായിരുന്നു കാണാനൊക്കെ. ഞങ്ങൾ റിട്ടേൺ വരുമ്പോൾ അതിൻ്റെ ചെറിയൊരു ഭാഗം കാണിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാരുണ്ട്. ടൈം ഇപ്പം തന്നെ 11 മണി കഴിഞ്ഞില്ലേ. എന്നാലും പക്ഷേ ഈ അമ്പലത്തിൽ കുറച്ച് ആൾക്കാരുണ്ട്. ആദ്യം തന്നെ ഞങ്ങൾ ഷോർട്സും റീൽസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഞങ്ങൾ അമ്പലത്തിനുള്ളിൽ കയറിയ മുടി വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ റീൽസൊക്കെ എടുത്തിട്ടാണ് ഉള്ളോട്ട് കയറിയത്. അപ്പോൾ ഏട്ടൻ വണ്ടീനെ എത്തിയപ്പോൾ നമ്മൾ ഷീട്ടാക്കി 180 രൂപയാണ് മുട്ടയ്ക്ക്. ഇവിടെ തേങ്ങയൊക്കെ ബാക്കിലുണ്ട്, അവിടെ കൊടുത്ത് കളിക്കി വെച്ചു. അമ്പലത്തിൻ്റെ മുഴുവൻ ഭാഗം കാണിക്കാൻ പറ്റില്ല, ചെറിയൊരു ഭാഗം മാത്രമേ കാണിക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും വീഡിയോസ് എടുക്കാൻ പാടില്ല, ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ്. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. ഇച്ചു ബേബി കുറേ നേരം അവിടെ നടന്ന് കളിക്കുമായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഷീട്ടാക്കി ഉള്ളോട്ട് പോയി. മുട്ട അടിക്കാൻ വേണ്ടി താഴേക്ക് ഇറങ്ങുവാണ്. താഴേക്ക് ഇറങ്ങാൻ കുറച്ച് നല്ല സ്റ്റെപ്പുണ്ട്. ഫുള്ള് കാടാണ്. ഇനി അങ്ങോട്ടുണ്ട്. ടൈം 12 മണി വരെ ഉള്ളൂ. പിന്നെ പൂജയായിരിക്കുമ്പോൾ നമ്മൾ വേഗം പോയി ചെയ്തു വരാം. കുറച്ചധികം താഴേക്ക് നടക്കാണ്ട് പാലാഴി മഠത്തിൻ്റെ അടുത്തായിരുന്നു നമ്മൾ ഈ സ്ഥലം ഉണ്ടായിരുന്നത്. അങ്ങോട്ട് കയറാം. ഇച്ചുമൊട്ടെ അപ്പം ഞങ്ങൾ അവിടെ എത്തിയപാടെ ഇച്ചു ഏട്ടനും അവിടെ ഇരുന്നു. ഏട്ടൻ അത് ഇരുത്തൂല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മടിയിൽ. പിന്നെ ഞാൻ ഇരുത്തൂലല്ലോ എന്തായാലും, അതിന് ഏട്ടൻ തന്നെ ഇരുത്തി. അപ്പോൾ ഏട്ടൻ ഇങ്ങനെ ഓരോ അമ്മേനെ നോക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു അവൻ കരയുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പറഞ്ഞു ഇല്ല അവൻ കരയില്ല, അവൻ നല്ല കുട്ടിയാണ്, അവൻ കരയില്ല എന്ന് ഞാൻ പറയുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാലും ഏട്ടൻ ഫോൺ എടുത്ത് കൊടുത്തു. ഫോൺ ഞങ്ങൾ പക്ഷേ അവന് കൊടുക്കാറില്ല കേട്ടോ. ഏട്ടനൊക്കെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ഫോൺ കൊടുക്കുക എന്നല്ലാണ്ട് ഫോണിൽ കാർട്ടൂൺ അങ്ങനെയൊന്നും വെച്ച് കൊടുക്കാറില്ല. പിന്നെ ടി വിയിൽ കണക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ചെറിയ പാട്ടുകളൊക്കെ വെച്ച് കൊടുക്കും. കാക്കേൻ്റെ പാട്ട്, പിന്നെ കുക്കുരു കുറുക്കാന്ന് അങ്ങനത്തെ 2-3 പാട്ടുകളൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഏട്ടനത് വെച്ച് കൊടുത്തു. ഇങ്ങനെ അവൻ ഫോണിലേക്ക് പക്ഷെ അങ്ങനെ നോക്കുന്നൊന്നുമില്ല, ഇടയ്ക്കൊക്കെ അങ്ങനെ ഫോണിൽ നോക്കുന്നു. എന്നാലും ഒരു പേടിക്ക് വേണ്ടി ഏട്ടൻ അവിടെ വെച്ച് കൊടുത്തു. എങ്ങാനും ഇങ്ങനെ തല തട്ടി കളിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വെച്ച് കൊടുത്തു. പക്ഷെ അവൻ നല്ല കുട്ടിയായിട്ട് ഇരുന്നു അവിടെ. അവർ നല്ല കുട്ടിയാണെന്ന് പറയുകയും ചെയ്തു. പക്ഷേ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ. എനിക്ക് എന്നിട്ട് അവർ പറയുന്നുണ്ട് സങ്കടപ്പെടരുത്, നമ്മൾ അമ്പലത്തിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ സങ്കടപ്പെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും എനിക്ക് ചെറിയ വിഷമം. ഏട്ടനും ഒരു സങ്കടം പോലെയൊക്കെ ഉണ്ട്, അമ്മയ്ക്കും അതേപോലെ തന്നെ സങ്കടമുണ്ട്. അവന് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ മുടി വെട്ടി കൊടുക്കുന്നത്. ഞങ്ങൾക്കൊരു നേർച്ച എന്ന് പറയാനും ഇല്ലായിരുന്നു. എന്നാലും അമ്പലത്തിൽ നിന്ന് വെട്ടണമെന്നൊരു ആഗ്രഹത്തിന് പുറത്താണ് ഞാൻ വെട്ടിയത്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇച്ചുവിനെ മുട്ട അടിപ്പിച്ചിട്ട് അവൻ കരയാതെ ഇരുന്നപ്പോൾ അതിലേറെ സന്തോഷമായി. എന്താണല്ലോ കാലൊക്കെ മുടിയായപ്പോൾ അവനതൊക്കെ തട്ടിക്കളയും. അവനത് അങ്ങനെയൊന്നും ഇഷ്ടമല്ല. അവൻ്റെ മേൽ ഒരു സാധനം വെക്കുന്നതും പുതയ്ക്കുന്നതും ഒന്നും അവന് ഇഷ്ടമല്ല. അവൻ ഇരിക്കുന്ന സ്ഥലത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവൻ തട്ടിക്കളയും. സോഫേൻ്റെ മുകളിലൊക്കെ കയറി ഇരിക്കുക, ഒരു ഫില്ലോ പോലും ഉണ്ടെങ്കിൽ അവൻ തട്ടിക്കളയും. അവൻ ഇരിക്കുന്ന സ്ഥലമൊക്കെ ഭയങ്കര നീറ്റായിരിക്കണം എന്നാണ് അവൻ്റെ ഒരു ഇഷ്ടം. അപ്പോൾ എന്തായാലും മുടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് അവൻ കണ്ടോ അവരൊക്കെ നോക്കുന്നൊക്കെ ഉണ്ട്. എന്തായാലും ആ ഒരു നേർച്ച അവിടെ ഗംഭീരമായി കഴിഞ്ഞു. അതിന് ശേഷം എല്ലാം തട്ടിക്കളഞ്ഞതിന് ശേഷം തല കഴുകണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്ത് തന്നെ ഉണ്ടായിരുന്നു പൈപ്പ്. അപ്പോൾ അമ്മ അവനെടുത്ത് കഴുകിക്കാൻ വേണ്ടി കൊണ്ടുപോയി. തലക്ക് ജസ്റ്റ് തുടച്ച് ഒരു വെള്ളം കൊണ്ട് നനച്ച് തുടച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് പിന്നെ ഏട്ടൻ്റെ കയ്യിലേക്ക് അവനെ കൊടുത്തു. അവരത് തലയിൽ ചന്ദനമൊക്കെ തേച്ചോ കുറിയൊക്കെ തൊടുന്നുണ്ട്. നമ്മളവർക്ക് ദക്ഷിണ കൊടുത്തു. അല്ലാതെ മുടി വെട്ടിക്കാൻ തന്നെ 150 രൂപയാണ് ഷീട്ട്. നമ്മൾ ദക്ഷിണ കൊടുത്തു. അതിന് ശേഷം ഞങ്ങൾ
അവിടുന്ന് വേഗം പോയി തൊഴാൻ വേണ്ടിയിട്ട് വേഗം പോവുകയായിരുന്നു ചെയ്തത്. അവരോട് ചാറ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താ തലയിൽ തേക്കുന്നവർക്ക് മനസ്സിലായി. അവർ കുറേ നേരം നോക്കി നിന്നുണ്ടായിരുന്നു. പിന്നെ അവരോട് ബായ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ച് മുകളിലേക്ക് കയറാണ്. അപ്പം തന്നെ കിടക്കാൻ തുടങ്ങി. അപ്പം നമ്മളെ കിച്ചൻ്റെ നേർച്ച കഴിഞ്ഞു. നേർച്ച ആയിട്ടല്ല, എനിക്ക് മുടി വെട്ടാൻ അമ്പലത്തിൽ നട്ടാന്നുണ്ട്. ആ രീതിക്കാണ് വെട്ടിയത്. പിന്നെ ഒന്ന് രണ്ട് സ്റ്റെപ്പൊക്കെ ഇച്ചുബേബിനെ കൊണ്ട് നടത്തിച്ചു ഞങ്ങൾ. എന്തായാലും ഒരു നേർച്ചയല്ലേന്ന് വിചാരിച്ചു 1-2 സ്റ്റെപ്പൊക്കെ അവൻ കയറി. പിന്നെ അവനെടുത്തു. പിന്നെ കുറേ വഴുക്കുണ്ടായിരുന്നു. അവിടെ മഴ ആയതുകൊണ്ട് അത്യാവശ്യം വഴുക്കൊക്കെ ഉണ്ടായിരുന്നു. ഈ വഴുക്കില്ലാത്ത സ്ഥലത്ത് കൂടെ മാത്രമാണ് ഞങ്ങൾ നടത്തിച്ചത്. പിന്നെ ഞങ്ങൾ മുകളിലെത്തി കുറച്ച് നേരം അവിടെ ഇരുന്നു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ക്യാൻറ്റീനിലേക്കാണ് പോകുന്നത്. അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു ക്യാൻറ്റീൻ ഉണ്ട്. വലിയ ഫുഡൊന്നുമില്ല, ചെറിയ ചെറിയ ഫുഡുള്ള. അമ്പലത്തിൽ ഉച്ചഭക്ഷണമൊക്കെ ഉണ്ട്. പക്ഷേ ഞങ്ങൾ അത്രയും ടൈം നിൽക്കാൻ ഇതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേഗം അവിടെ നിന്നൊരു ചായ, ഏട്ടൻ ചായ എടുത്തു. ഞാൻ ഉഴുന്നുവട അയച്ചു, ഒരു ഐസ്ക്രീം, അമ്മ ഒരു ഉഴുന്നുവട പത്തരി അങ്ങനെ എന്തോ അയച്ചു. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി 1-2 വീഡിയോസൊക്കെ എടുത്തു. നേരത്തെ എടുത്തതിൻ്റെ ബാക്കി 1-2 വീഡിയോസൊക്കെ എടുക്കാറുണ്ടായതുകൊണ്ട് അതൊക്കെ എടുത്തതിൻ്റെ ശേഷം ഇച്ചുബേബി അവിടെ നടന്ന് കളിച്ചു. കുറച്ച് നേരം അവിടെ നടന്ന് കളിച്ചതിൻ്റെ ശേഷം ഏട്ടൻ വണ്ടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്തത്. അപ്പോഴാണ് ഇച്ചുബേബി ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട്. ഞങ്ങൾ പിന്നെ അവിടെ തന്നെ നിന്നത് കുറച്ച് നേരം കൂടി. വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെതാ ഞാൻ വെറുതെ അടി ഉണ്ടാക്കുമായിരുന്നു. വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് വെറുതെ ഞങ്ങൾ അടി ഉണ്ടാക്കി. അതിന് ശേഷം ഞങ്ങൾ പുറത്തേക്കാണ്. നല്ല രസമുണ്ടായിരുന്നു ആ ഒരു വ്യൂ. നല്ല ഉച്ച ടൈമല്ലേ, നല്ല വെയിലായതുകൊണ്ട് കാലവിടെ പൊള്ളുമായിരുന്നു. അങ്ങോട്ടേക്ക് ഇച്ചുബേബി നടന്നപ്പോൾ അവൻ്റെ കാല് പൊള്ളിയിട്ട് അവനെ വേഗം എടുത്തു. അവിടെ കുഞ്ഞു കുളമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ വെച്ചിട്ടൊന്ന് വീഡിയോ എടുത്ത് ഞാൻ വേഗം അങ്ങോട്ട് പോയി. അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ് ഇറങ്ങിയതാ. കയറി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുവാണ്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇച്ചുബേബിനെ മുട്ടയടുപ്പിച്ചത് അച്ഛനെ കാണിച്ചു കൊടുക്കാനുണ്ടായിരുന്നു. ഏട്ടൻ്റെ അച്ഛനെ കാണിച്ചു കൊടുത്ത് നേരെ ഞങ്ങൾ വീട്ടിലേക്കാണ് പോയത്. 1-2 സാധനം കൂടി വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോയി. പിന്നെ ഈ ഒരു അമ്പലത്തിലെ ഏട്ടനും ഇച്ചുബേബി ആദ്യമായിട്ടാണ്. ഞാൻ 2ാമത്തെ തവണയാണ്. അമ്മ കുറേ തവണ പോയിട്ടുണ്ട്. അപ്പം നമ്മളെ വീഡിയോ ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പം എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നത്. നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ.